ഈ വീഡിയോയിൽ നമ്മൾ അമേരിക്കയിൽ നടക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. ഇത് വേറെ ഒന്നുമില്ല, കുറച്ച് സ്വർണത്തിനെ കുറിച്ചുള്ള വിഷയമാണ്. ഇപ്പം ട്രംപ് അമേരിക്കയുടെ ഉള്ളിൽ നടത്തുന്ന വിഷയങ്ങൾ, അമേരിക്കയുടെ റിഫോർമേഷനും അമേരിക്ക ഫസ്റ്റ് എന്നുള്ള പോളിസിയും, മഗ എന്ന് പറയുന്ന മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാമ്പയിനും, ഈ ഡോജ് എന്ന് പറഞ്ഞ സംവിധാനവും, ഇതെല്ലാം വളരെ നല്ല കാര്യങ്ങളാണ്. നമ്മൾ അതിനെ എപ്പോഴും തന്നെ നമ്മളതിനെ പ്രശംസിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഫോർട്ട് നോക്സ്. ഈ ഫോർട്ട് നോക്സ് എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. ഈ ഫോർട്ട് നോക്സ് എന്ന് പറഞ്ഞ സ്ഥലം ട്രംപ് സന്ദർശിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് നേരിട്ട് ഈ സ്ഥലം സന്ദർശിക്കാൻ മാത്രം ഇവിടെ എന്താണുള്ളത്? ഇവിടെ എന്താണുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 ടൺ സ്വർണ്ണമുണ്ട് ഇവിടെ. ഈ 400 ടൺ സ്വർണം, അതായത് അമേരിക്കയിൽ തന്നെ ഈ ഒരു ഡോളർ എന്ന് പറഞ്ഞ കറൻസിക്ക് ഈക്വലൻസ് ആയിട്ട് ഒരു കാലഘട്ടത്തിൽ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കപ്പെട്ടിട്ടുള്ള സ്വർണ്ണങ്ങൾ മൊത്തം വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ ഒരു ഫോർട്ട് നോക്സ്. അപ്പൊ ഈ ഫോർട്ട് നോക്സ് വിസിറ്റ് ചെയ്യണം, അവിടെ സ്വർണ്ണമുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഈ ഐഡിയ ട്രംപിന് കൊടുത്തത് മസ്ക് ആണ്. കാരണം മസ്ക് ഇപ്പം ഗവൺമെന്റിന്റെ എല്ലാ തലത്തിലുള്ള ട്രാൻസാക്ഷൻസും റാറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ചുമതലയാണ് ഇപ്പൊ അയാൾക്കുള്ളത്. ഡോഡ്ജ് എന്നാണ് ഒരു സംവിധാനം. അപ്പൊ ആ സംവിധാനം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്തോ ഒരു സൂചന അതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സൂചനയെ തുടർന്നാണ് ട്രംപിന്റെ ചെവിയിൽ ഈ ഒരു വിഷയം എത്തുന്നത്. അപ്പൊ ഇന്നലെ ഒരു കോൺഫിഡൻഷ്യൽ മീറ്റിംഗ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്വർണം 400 ടൺ എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് 147 മില്യൺ ഔൺസ് വരും. ഇതൊരു ഔൺസ് കണക്ക് പ്രകാരം, ഈ US ഔൺസ് ആണ് കണക്ക് പറയുന്നത്. അപ്പൊ ആ ഒരു ഔൺസ് പ്രകാരം 147 ഔൺസ് ആണ് ഇതിനകത്ത് കണക്ക് പറയുന്നത്. ഇതിപ്പോ നമ്മൾ ഇന്ത്യയുടെ രീതിയിൽ കിലോ കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ 41,67,379 കിലോഗ്രാം. അപ്പൊ ഇതാണ് കിലോ കണക്കിൽ അവിടെ വരുന്ന 400 ടൺ ഗോൾഡ് എന്ന് പറയുന്നത്. ഈ 400 ടൺ ഗോൾഡ് ഈ ഒരു ഫോർട്ട് നോക്സിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം രൂപപ്പെട്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ട് രൂപപ്പെട്ടു എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. കാരണം വേറെ ഒന്നുമില്ല, കഴിഞ്ഞ 50 വർഷമായിട്ട് ഇതിനൊരു ഓഡിറ്റിംഗ് നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു നാഷണൽ അസറ്റ് ആണ്. ഈ അസറ്റിന് എന്തെങ്കിലും രീതിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് മീൻസ് ആരും മോഷ്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇത് മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല രീതിയിലായിരിക്കില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ലോകമെമ്പാടും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന, ലോകമെമ്പാടുമുള്ള ആൾക്കാരെ നിർബന്ധിച്ച് ഡോളറിൽ തന്നെ നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യണം എന്ന് നിർബന്ധിക്കുന്ന ഈ അമേരിക്കയുടെ ഈ ഡോളറിന്റെ പേപ്പറിന്റെ പുറകിൽ ഒന്നുമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വിഷയം പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സ്വർണത്തിന്റെ വില സ്കൈ റോക്കറ്റ് പോലെ മുകളിൽ പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരിട്ട് പോയി പരിശോധിക്കാമെന്ന് ട്രംപ് പറഞ്ഞത് ഒരു ചെറിയ അറിയിപ്പായിട്ട് തോന്നാം. പക്ഷെ ഇതിന്റെ പുറകിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറാണ്. കാര്യം വേറെ ഒന്നുമില്ല, അവിടെ ഈ ഉദ്ദേശിച്ച എത്രത്തോളം ഈ 41,67,000 കിലോഗ്രാം സ്വർണം അവിടെ ഉണ്ടാവേണ്ടതാണ്. അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇത് ശനിയാഴ്ച ഞാൻ പോയി നേരിട്ട് പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ട് ട്രംപ് പോയി വീട്ടിലോട്ട്. ഞായറാഴ്ച ഹോളിഡേ ആണ്. അപ്പൊ അവിടെ ഒരു ചെറിയ ബ്രേക്ക് ഉണ്ട്. ഇനി തിങ്കളാഴ്ച വന്നിട്ടേ ഇതിന്റെ പരിശോധന നടക്കുള്ളൂ. അപ്പൊ തിങ്കളാഴ്ച ആയിരിക്കും ഇനിയിപ്പോ വരിക. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതുവരെ US ആൾക്കാരെല്ലാം ടെൻസ്ഡ് ആണ്. കാരണം ആ രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. പലരും വിചാരിക്കുന്നത് അവിടെ സ്വർണം ഉണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ പല റൂമറുകളും പല രീതിയിലുള്ള കോൺസ്പിറസി തിയറികളൊക്കെ പുറത്തു വരുന്നുണ്ട്. കാരണം ഇത് സ്വർണ്ണമാണല്ലോ. അപ്പൊ ആ രീതിയിലാണ്. സ്വർണം എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. 1 ഗ്രാം സ്വർണത്തിന്റെ വിലയൊക്കെ ഇപ്പൊ ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വർണത്തിന്റെ വില സ്കൈ റോക്കറ്റ് പോലെ ഉയർന്നു പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ തന്നെ ഓൾറെഡി US ഒരു ഔൺസ് സ്വർണത്തിന്റെ വില ഏതാണ്ട് 2,950 ആണ്. അപ്പൊ ഏതാണ്ട് ഈ ഒരു വർഷത്തിൽ തന്നെ അത് $3,100 ആയിട്ട് ഉയരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണ് പ്രഡിക്ഷൻ. അപ്പൊ സ്വർണത്തിന്റെ വില ഉയരും എന്ന് തന്നെയാണ് പ്രഡിക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അഥവാ ഡോളറിന്റെ മൂല്യം ഇങ്ങനെ, അതായത് ഇപ്പൊ ഈ ഒരു ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ഡോജ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം പരിശോധിച്ചിട്ട് എന്തോ ഒരു റെക്കോർഡ് എലോൺ മസ്കിന് കിട്ടിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇപ്പൊ ഈ ഒരു ഇൻവെസ്റ്റിഗേഷനും ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പോയി വിസിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി പെട്ടെന്ന് തന്നെ തീരുമാനിച്ചത്. ഇത് എമർജൻസി ആയിട്ട് തീരുമാനിച്ചാണിത്. ഈ ഫോർട്ട് നോക്സ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം ഇരിക്കുന്നത് കെന്റക്കി, അമേരിക്കയിലെ കെന്റക്കിയിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊരു മിലിറ്ററി ബേസ് ആണ്. ഈ ബേസിന്റെ ഒത്ത മധ്യത്തിലാണ് ഒരു ബിൽഡിംഗ് അവിടെ പണിത് വെച്ചിരിക്കുന്നത്. ബംഗ്ലാവ് മോഡലിൽ വൈറ്റ് കളറിൽ ഡിസൈൻ ചെയ്ത് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഇതിന്റെ ഉള്ളിലാണ് ഈ ഒരു ലോക്കർ അഥവാ ഈ ഒരു വാൾട്ട് ഇരിക്കുന്നത്. ഈ ഒരു ഗോൾഡ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാൾട്ട്. ഇത് സാധാരണ വാൾട്ട് അല്ല, നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി പ്രൂഫ് ഉള്ള വാൾട്ടാണ്. അവിടെ ഗാർഡ് ഉണ്ട്, അതേപോലെ റൈഫിൾസ് വെച്ചുകൊണ്ടുള്ള ഗാർഡുകളുണ്ട്, പ്രൊട്ടക്ഷൻ. അതേപോലെ ഫൈറ്റർ ജെറ്റുകൾ അതിന് കാവലായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ലേസർ ഡോറുകളുണ്ട്, മൾട്ടിപ്പിൾ ഓപ്ഷൻ ഉള്ള സ്റ്റീൽ ഡോറുകളുണ്ട്. ഇതിനകത്ത് പറഞ്ഞു വരുന്നത് 42 വർഷമായിട്ട് ഇത് ആരും തന്നെ കയറി ചെക്ക് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ആരെങ്കിലും കണ്ടോ എന്ന് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ 2017 ഒരു ട്രഷറി ഉദ്യോഗസ്ഥൻ പോയി വെരിഫൈ ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതും കണക്കെടുത്തതല്ല, ജസ്റ്റ് പോയി കണ്ടു മടങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും തന്നെ ട്രംപിന് ഇപ്പൊ വിശ്വാസമില്ലാത്തൊരു അവസ്ഥയാണ്. 1974 ഒരു പ്രസ് മീറ്റ് വെച്ചിട്ട് കുറെ പത്രപ്രവർത്തകരെ കൊണ്ട് ആ ഒരു ടൈമിൽ മാത്രമാണ് ഇതിന്റെ ഒരു വെരിഫിക്കേഷൻ നടന്നിട്ടുള്ളത്. അതും കണക്കെടുത്തിട്ടില്ല, ജസ്റ്റ് വെരിഫിക്കേഷൻ മാത്രമാണ് നടത്തിയിട്ടുള്ളത്.
ശരിക്കും പറഞ്ഞാൽ നീണ്ട 50 വർഷങ്ങളായിട്ട് ഇവിടെ ഓഡിറ്റിംഗ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തവണ ഓഡിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവും കൂടെ പുറപ്പെടുവിക്കാൻ പോവാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ വിസിറ്റ് ചെയ്ത് അതെനിക്ക് കാണണമെന്ന് നിർബന്ധം പിടിച്ച് നിൽക്കുന്നത് ഡൊണാൾഡ് ട്രംപ്. ഇതിനകത്ത് പല ആൾക്കാരും പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് പോകുന്നത്, ഞങ്ങൾ പൊയ്ക്കോളാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പല സെനറ്റേഴ്സും ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ. പക്ഷേ അതിലൊന്നും ട്രംപിന് വിശ്വാസമില്ല. ട്രംപ് പറഞ്ഞാൽ നേരിട്ട് പോയി കണ്ട് വിലയിരുത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സിൻസ് 1937 1937 ശേഷം അവിടെ ഒരു ഓഡിറ്റിംഗ് നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ലാസ്റ്റ് ഓഡിറ്റിംഗ് നടന്നത് 1937. 1937 എവിടെ കിടക്കുന്നു, 2024 എവിടെ കിടക്കുന്നു നോക്കിയോ. ഇത്രയും ലോങ് ഡ്യൂറേഷനിൽ അമേരിക്കയെ പോലത്തെ ഒരു രാജ്യത്ത് ഓഡിറ്റിംഗ് നടന്നിട്ടില്ല ഈ സ്വർണ്ണ ശേഖരത്തിന് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഈ സ്വർണ്ണങ്ങളൊക്കെ കുറച്ചുകൂടെ കരുതലോടുകൂടി സൂക്ഷിക്കേണ്ടതുണ്ട്. കാര്യം വേറെ ഒന്നുമില്ല, ഇത് നാളെ ഡോളറിനെങ്ങാനും മൂല്യം എങ്ങാനും ഇടിയുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർണ്ണമായിരിക്കും ഏറ്റവും വലിയ സെക്യൂരിറ്റി തരിക എന്നുള്ളത്. ട്രംപ് ഇത് തുറന്നു നോക്കുമ്പോൾ തിങ്കളാഴ്ച ഈ നിശ്ചിത തോതിലുള്ള സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വർണം കയ്യിലില്ലാത്തവർക്ക് അതിനെക്കുറിച്ചൊരു വേവലാതിയും വെപ്രാളം വരും. കാരണം ഒരു പവൻ സ്വർണ്ണമെങ്കിലും മേടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവുമായിരിക്കും. പക്ഷെ സ്വർണം കയ്യിലുള്ളവർക്ക് ലോട്ടറിയാണ്. കാര്യം വേറെ ഒന്നുമില്ല, അതിന്റെ മൂല്യം അങ്ങ് കുത്തിനെ കൂടുകയാണ്. ഒരു പക്ഷേ 1 ഗ്രാം സ്വർണത്തിന് ചിലപ്പോൾ 15,000 വരെ കൊടുക്കേണ്ടി വന്നേക്കാം. ഒരു പവന് ചിലപ്പോൾ 1 ലക്ഷത്തിലധികം വില കൊടുക്കേണ്ട ഒരു അവസ്ഥ ചിലപ്പം വന്നേക്കാം. ജസ്റ്റ് ഞാനിത് പ്രഡിക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം ഒരു പക്ഷേ അവിടെ സ്വർണ്ണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് തുറക്കുമ്പം സ്വർണം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അടുത്ത് നമ്മൾ നേരെ യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ യൂറോപ്പിൽ റഷ്യ ഉക്രൈൻ ആ ഒരു ഡിസ്കഷൻ, റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് യുഎസുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നല്ല രീതിയിൽ ഡെവലപ്പായി വന്നിട്ടുണ്ട്. USA പ്രപ്പോസ് ചെയ്ത ആ ഒരു പ്ലാൻ, പീസ് ട്രീറ്റി പ്ലാൻ ഉക്രൈനിലെ സെലൻസ്കി തള്ളിയിരിക്കുകയാണ് നിരുപാധികം. അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിക്കപ്പെട്ടല്ലോ ഈ ഒരു വിഷയം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഉക്രൈനിലെ സെലൻസ്കിയെ വിളിച്ചില്ല ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്കും ഇത് പ്രാഥമികമായിട്ട് ഒരുപാട് നാൾക്ക് ശേഷം 2 രാജ്യങ്ങൾ, അതായത് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന 2 രാജ്യങ്ങൾ തമ്മിൽ ഒരു മീറ്റിംഗ് ആണ്. അപ്പൊ ആ മീറ്റിംഗിൽ സെലൻസ്കിയെ വിളിച്ചുകൊണ്ടൊന്ന് സംസാരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സെലൻസ്കി ഒരു നല്ല നെഗോഷിയേറ്റർ അല്ല. അമേരിക്കയിൽ പലതവണ വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹം യുദ്ധം നിർത്തണം എന്നുള്ളതിനെ കുറിച്ചുള്ള യാതൊരു രീതിയിലുള്ള റിക്വസ്റ്റോ സംസാരങ്ങളോ അവിടെ വെച്ചിട്ടില്ല എന്നുള്ളതാണ്. പല ആൾക്കാരുടെ അടുത്ത് മീഡിയേഷൻ ചെയ്യണം എന്ന് പറയുന്നതല്ലാണ്ട് യുദ്ധം നിർത്തണം എന്നുള്ള റിക്വസ്റ്റ് സെലൻസ്കിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അവിടെ വന്നപ്പോഴെല്ലാം അമേരിക്കയിൽ നിന്ന് ചോദിച്ചത് പണം വേണം, ആയുധം വേണം. ഇതാണ് പുള്ളിയുടെ പ്രാഥമികമായിട്ടുള്ള റിക്വസ്റ്റ്. അപ്പൊ അത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെ പുള്ളി വിലയിരുത്തിയിട്ടാണ് സംസാരിച്ചത്. സെലൻസ്കി ഈസ് നോട്ട് എ ഗുഡ് നെഗോഷിയേറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒരു രീതിയിൽ ഒത്തുതീർപ്പാക്കിയിട്ട് ആദ്യം ഈ ഒരു റഷ്യയും അമേരിക്കയും സംസാരിച്ച് ഇവർ തമ്മിൽ 2 ചേരികളിൽ നിൽക്കുന്ന 2 രാജ്യങ്ങൾ തമ്മിൽ ഒരു പ്രൈമറി മീറ്റിംഗ് ആണ് നടന്നത്. അപ്പൊ ആ മീറ്റിംഗിൽ ഉക്രൈന്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് USA നിലപാട്. റഷ്യയുമായിട്ട് ഒരു റാപ്പോയിൽ എത്തിയിട്ട് കാര്യം ആരാണോ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് അവരെ ആദ്യം സമാധാനിപ്പിച്ച് ഒരു പരിധിയിൽ എത്തിച്ചു കഴിഞ്ഞാലല്ലേ ബാക്കിയുള്ള നെഗോഷിയേഷൻ നടക്കുള്ളൂ. നിങ്ങൾക്ക് യുദ്ധം ഞാൻ നിർത്തണോ അല്ലെങ്കിൽ യുദ്ധം ഞാൻ തുടരണോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഈ റഷ്യയെ വിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ റഷ്യ മുഴുവൻ സ്ഥലവും കയറി പിടിക്കും. ഈ സ്ഥലത്ത് വെച്ച് നിർത്തണമെന്ന് പറയുന്നത് ഉക്രൈൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് നിലനിൽക്കണമല്ലോ. ഇനിയിപ്പോ ഞാൻ ഇത് ഡിനൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റഷ്യക്ക് വേണമെങ്കിൽ വീണ്ടും സ്ഥലം കയറി പിടിക്കാൻ പറ്റും. ഇനിയിപ്പോ അതിന് പകരം ഇനിയിപ്പോ എന്റെ ഗവൺമെന്റ്, ഇതിന് മുമ്പ് ഇരുന്ന അമേരിക്കൻ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്റെ ഗവൺമെന്റ് യുദ്ധം നടത്തി പൈസ ചെലവാക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ ഭാഗത്തുനിന്ന് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കൺഫർമേഷൻ വന്നതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു മീറ്റിംഗ് ഫ്രാൻസിൽ വെച്ച് നടത്തിയായിരുന്നു. അപ്പൊ ആ മീറ്റിംഗിൽ പല രീതിയിലുള്ള ഡിസ്കഷൻസ് ആണ് വന്നത്. അപ്പൊ അതിനകത്ത് ഒരുപാട് ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള ചർച്ചയാണ് വന്നത്. ഉക്രൈനെ നമ്മൾ നിലനിർത്തി പോകണമെന്നുണ്ടെങ്കിൽ ഇവർക്കെല്ലാം ഉള്ള പ്രശ്നം എന്താണ്, റഷ്യയുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബുണ്ട്. അപ്പൊ അതുകൊണ്ട് റഷ്യ അങ്ങ് എല്ലാ സ്ഥലങ്ങളെയും കയറി പിടിക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷെ റഷ്യയുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടായിരുന്നു, എന്നിട്ട് ഉക്രൈന്റെ മൊത്തത്തിൽ ഉക്രൈൻ എടുത്താ. ന്യൂക്ലിയർ ബോംബ് ഇതൊക്കെ പറയുന്നത് ഒരു ലോകത്തിന്, അത് ഈ മോഡേൺ വേൾഡിന് ന്യൂക്ലിയർ ബോംബ് കൊണ്ട് എവിടെയും അങ്ങനെ പെട്ടെന്ന് ഇടാൻ പറ്റത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ടോട്ടൽ എർത്തിനോട് തന്നെ, അതായത് ടോട്ടൽ ഭൂമിയോട് തന്നെ ചെയ്യുന്ന ദ്രോഹമായിട്ടാണ് അത് മാറുന്നത്. കാരണം ന്യൂക്ലിയർ ബോംബ് ഇടുക എന്നുള്ളത് ഒരു സ്ഥലത്ത് മാത്രമല്ലല്ലോ, അത് എൻറ്റയർ വേൾഡിനെ ബാധിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ അത് ചെയ്യത്തില്ല. പിന്നെ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ന്യൂക്ലിയർ ബോംബൊക്കെ ആൾക്കാർ സൂക്ഷിക്കുന്നത്. അപ്പൊ എന്തായാലും അതൊരു സൈഡിൽ ഇരിക്കട്ടെ, അത് നമുക്ക് വേറൊരു വിഷയമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടിപ്പം ഈ ഒരു എന്തായാലും യൂറോപ്യൻ കൺട്രീസിന് അമേരിക്കൻ റഷ്യയും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പിലോട്ടോ അല്ലെങ്കിൽ ഒരു സമാധാന ചർച്ചയിലോട്ട് പോകുന്നതിൽ യാതൊരു താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ ചർച്ചകൾ ഉടനീളം ഇത് തന്നെയായിരുന്നു. അവർ കുറച്ച് സ്പെക്കുലേഷൻസ് ചെയ്തിട്ടുണ്ട്. ആ സ്പെക്കുലേഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് റഷ്യയെ ചേർത്ത് നിൽക്കണം, അല്ലെങ്കിൽ ഉക്രൈനെ നമ്മളുടെ കപ്പാസിറ്റിയിൽ, യൂറോപ്യൻ യൂണിയന്റെ അഥവാ നാറ്റോയുടെ കപ്പാസിറ്റിയിൽ പ്രൊട്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള സ്പെക്കുലേഷൻ ആണ് അവർ പറഞ്ഞത്. അപ്പൊ അതിൽ പറഞ്ഞപ്പോഴത്തേക്കും ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റഷ്യക്കുള്ളത് 260 ബ്രിഗേഡുകളാണ്. പക്ഷെ അതേസമയം ഉക്രൈനുള്ളത് 100-110 മാക്സിമം, അത്രേ ഉള്ളൂ. പിന്നെ ഈ യൂറോപ്യൻ യൂണിയനും ഈ ഒരു നാറ്റോയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ തന്നെയും റഷ്യയുടെ ബ്രിഗേഡുകളുടെ ആ ഒരു ക്വാണ്ടിറ്റി മറികടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് അവർ നിർദ്ദേശിക്കുന്നത് ഒരു 50 പുതിയ ബ്രിഗേഡുകളെ സൃഷ്ടിക്കണം എന്നാണ്. അതായത് പുതിയ സോൾജേഴ്സിനെ ഹയർ ചെയ്ത് അവരെ ട്രെയിൻ ചെയ്ത്, അതായത് 50 അഡീഷണൽ ബ്രിഗേഡുകളെ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അതൊരു സൈഡിൽ. ഇനി അതിലുപരിയായിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 3 ലക്ഷം സോൾജേഴ്സ് വേണം ഉക്രൈന്റെ ചുറ്റിലും
ഒരു പ്രൊട്ടക്ഷന് നിർത്താൻ വേണ്ടിയിട്ട്, അതായത് പല പോസ്റ്റുകളായിട്ട് പല മിലിറ്ററി യൂണിറ്റുകളായിട്ട് പലതരത്തിൽ യുദ്ധത്തിന് അയക്കാൻ വേണ്ടിയിട്ട് 3 ലക്ഷം സോൾജേഴ്സ് ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ അവരുടെ സ്പെക്കുലേഷൻസും അവരുടെ മീറ്റിംഗിൽ നടന്ന ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്ന പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വേൾഡ് എക്കണോമി പറഞ്ഞിരിക്കുന്ന പറഞ്ഞാല് 250 ബില്യൺ യൂറോ വേണം അത്രേ. ഈ ഒരു ഉക്രൈന്റെ വാർ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ 250 ബില്യൺ യൂറോ വേണം. 250 ബില്യൺ എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസയൊന്നുമല്ല. അപ്പൊ 250 ബില്യൺ യൂറോ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുത്തുകൊണ്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം, നോൺ സ്റ്റോപ്പ് ആണ്. ഇത് അതായത് സ്റ്റോപ്പ് ആവാൻ പാടില്ല. ഈ ഒരു ഫണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. ഈ 250 ബില്യനും നമുക്ക് 250 ബില്യൺ യൂറോ ആയിട്ടല്ല, ചിലപ്പോൾ 50 ബില്യൺ 60 ബില്യൺ 70 ബില്യൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരേണ്ടി വരും. അപ്പൊ അതിലൊരു ബ്രേക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനിപ്പോ എല്ലാ രാജ്യങ്ങളും തന്നെ ഇപ്പൊ ഈ ഒരു നാറ്റോ ആയിക്കോട്ടെ യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ എല്ലാവരും തന്നെ വെപ്രാളപ്പെട്ട് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇത്. ഇതെന്താണ് ഇപ്പൊ ഇവർ 250 ബില്യൺ യൂറോ ചോദിക്കുന്നത്? ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ പെട്ടെന്ന് ഇതിങ്ങനെ സംഘടിപ്പിക്കുന്നത്? അപ്പൊ ഇതിനെ ചൊല്ലിയിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കാണ് യൂറോപ്യൻ യൂണിയനിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് അടുത്തൊരു റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ബ്രിഗേഡുകളോ അല്ലെങ്കിൽ 250 ബില്യൺ യൂറോയോ അതിൽ മാത്രം നിൽക്കുന്ന കാര്യങ്ങളല്ല. അതിലുപരിയായിട്ട് ഇപ്പൊ 3 ലക്ഷം സോൾജേഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം 50 എക്സ്ട്രാ ബ്രിഗേഡുകൾ ആയിക്കോട്ടെ, ഇതെല്ലാം ഓക്കെയാണ്. അതിലുപരിയായിട്ട് വേണ്ടത് മാനുഫാക്ചറിങ്, വെപ്പൺ മാനുഫാക്ചറിംഗിന്റെ കാര്യത്തിനാണ് ഈ ഒരു യൂറോപ്യൻ യൂണിയൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 1400 ആർട്ടിലറീസ് വേണം പുതിയത്. അതായത് ആ ഉക്രൈന്റെ ഫീൽഡിൽ റഷ്യക്കെതിരെ പിടിച്ചു നിൽക്കാൻ 1400 ആർട്ടിലറീസ് പീരങ്കികൾ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലുപരിയായിട്ട് 2000 യൂണിറ്റ് ഓഫ് ഇൻഫൻട്രി ഫൈറ്റിംഗ് വെഹിക്കിൾസ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അതിനൊത്ത രീതിയിലുള്ള ആംഡ് വെഹിക്കിൾസ് ഇതെല്ലാം ആവശ്യമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടിച്ചേർന്ന് ഇരുന്ന് ആലോചിച്ചപ്പോഴത്തേക്കും ഇവർക്ക് മനസ്സിലായത് ഈസ് ഇറ്റ് പോസിബിൾ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ പ്രധാനപ്പെട്ട ഈ ഒരു യൂറോപ്യൻ യൂണിയൻ, നാറ്റോ ആയിക്കോട്ടെ, ഇതിലെല്ലാം ഉള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ഈ 4 രാജ്യങ്ങളും ചേർത്ത് കൂട്ടിയാൽ പോലും ഇത് കൂടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവർ തന്നെ വിവിധ തരത്തിൽ ഇങ്ങനെ തിരിഞ്ഞു പോകേണ്ട അവസ്ഥയാണ്. ഇറ്റലി ഞാൻ പറഞ്ഞല്ലോ പണ്ടേ, അവർ US-ന്റെ സൈഡിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ഫ്രാൻസ് ആണെങ്കിൽ മാക്രോൺ ഇലക്ഷൻ ഫേസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഈ പൈസയും ഫണ്ടും എടുത്തുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ അയാൾക്ക് ഇന്റർണലി തന്നെ അവിടെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അയാൾ ചിലപ്പോൾ തോറ്റുപോകും ഇലക്ഷനിൽ. ഇതേപോലെ പല രാജ്യങ്ങൾക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. ജർമ്മനി ഇലക്ഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെയും പല രീതിയിൽ എൻഗേജ്ഡ് ആണ്. അവർക്ക് അവരുടെ നാട്ടിലുള്ള രാജ്യങ്ങളിലുള്ള പ്രജകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റൊരു രാജ്യത്തിന് വേണ്ടി, അഥവാ ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ മറ്റുള്ള രാജ്യങ്ങളിലുള്ള ജനങ്ങളിലെ ആൾക്കാരുടെ ടാക്സ് പൈസ മൊത്തം എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ചെലവാക്കുന്നതിൽ അവർക്ക് യാതൊരു താല്പര്യമില്ല. ആ ജനങ്ങൾ, അതായത് ആ രാജ്യത്തുള്ള ജനങ്ങൾ തന്നെ അതിനെതിരാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പൊതുവെ. അതിലുപരിയായിട്ട് ഡിഫൻസിൽ അവരിപ്പോ ഏതാണ്ട് ഡിഫൻസിന്റെ എക്സ്പെൻസസിൽ അവരിപ്പോ ഏതാണ്ട് 2% അവരുടെ GDP ടോട്ടൽ GDP സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ. ആ രീതിയിൽ ഈ വക സാഹചര്യങ്ങൾ, അഥവാ ഇനിയിപ്പോ നമ്മൾ നിർബന്ധമായിട്ടും ഉക്രൈനെ സപ്പോർട്ട് ചെയ്തേ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 4 to 5% ആയിട്ട് അവരുടെ GDP ബഡ്ജറ്റ് ഉയർത്തേണ്ടി വരും. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ, നിരുപാധികം ഉക്രൈനെ കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ്. ഉക്രൈൻ ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് നമ്മൾ പണ്ടേ പ്രതീക്ഷിച്ചതാണ്. കാരണം ഈ റഷ്യ ഇങ്ങോട്ട് യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു മീഡിയേഷൻ നടത്തി ഈ ഒരു യുദ്ധം ആദ്യഘട്ടത്തിൽ തന്നെ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ നാറ്റോയിലൊന്നും പോയി ചേരാൻ പോകുന്നില്ല, നമുക്ക് യുദ്ധം ഇവിടെ അവസാനിപ്പിക്കാൻ പറഞ്ഞെങ്കിൽ ഒരു ചെറിയ പ്രശ്നത്തിൽ ഇത് ഒതുങ്ങിയേനെ. കാരണം ഒരു സൈഡിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഗ്ലോബലി തന്നെ പുടിൻ ആണെങ്കിലും ഒരു ജെന്യൂനിറ്റി കാണിക്കേണ്ട ആവശ്യമുണ്ട്. കാര്യം മറ്റുള്ള ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാശിപ്പുറത്ത് അങ്ങോട്ടും കൊണ്ട് അടിക്കുമ്പോഴാണല്ലോ മാറിയും തിരിഞ്ഞ് അടിക്കുന്നത്. അപ്പോഴാണ് കൂടുതൽ സ്ഥലം കയറി പിടിക്കുന്നത്. ഒരു സ്ഥലത്ത് ഒരാൾ ഒരു ഡിക്ലെയർ ചെയ്തു ഞാൻ സമാധാനമായിട്ട് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. പിന്നെ അവിടെ റഷ്യ വീണ്ടും ആക്രമിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് വേറൊരു രീതിയിലായിരിക്കും ചിത്രീകരിക്കപ്പെടുക. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല ചിലപ്പോൾ ക്രിയേറ്റ് ആവുക, വേറൊരു രീതിയിലുള്ള സിറ്റുവേഷൻ ആയിരിക്കും അപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ കാര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് കാണാം വരും ദിവസങ്ങളിൽ ഈ ഡെവലപ്മെന്റ്സ് എങ്ങനെ പോകുന്നുള്ളത്. കാരണം ഇപ്പം US പ്രൊപ്പോസ് ചെയ്ത ആ ഒരു പീസ് പ്ലാൻ, US പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന ആ ഒരു എഗ്രിമെന്റ്, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യുദ്ധം നിർത്താനുള്ള ആ ഒരു കരാറ് ഉക്രൈനിലെ സെലൻസ്കി നിരസിച്ചിരിക്കുകയാണ്. ഇതേപോലുള്ള വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.